പത്മനാഭ വക്കീലെ, വീണ്ടും അപ്രായോഗികതയെക്കുറിച്ച് സംസാരിക്കുന്നു. മാത്രമല്ല, ഈ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസ് വരുന്ന സമയത്ത് ചില സെൻസിറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ, അവിടെ എങ്ങനെ ഫോഴ്സസിനെ ഇറക്കും, ഒറ്റ ഘട്ടമായിട്ട് നടത്തുമ്പോൾ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ എന്നാണ് കോൺഗ്രസ് വക്താവ് ആശങ്കപ്പെടുന്നത്. അനിൽ നമ്പ്യാർ, ഇന്ന് ജമ്മു കാശ്മീരിലെ 24 സീറ്റുകളിൽ ഇലക്ഷൻ നടന്നു. അതായത് സൗത്ത് കാശ്മീർ, പുൽവാമ ആ മേഖലയും പിന്നെ ജമ്മുവിൻ്റെ ഉത്തര മേഖല ദോഡ, വെസ്റ്റ് ദോഡ, ആ കിഷ്ത്വാർ ആ മേഖലയും സെൻസിറ്റീവായ ഏരിയയാണ്. എന്തെങ്കിലും സംഭവിച്ചോ അനിൽ നമ്പ്യാരെ? ഒരു കല്ലേറ് നടന്നോ? എവിടെയെങ്കിലും നടന്നോ? ഒരു വെടിവെപ്പ് നടന്നോ? പീസ്ഫുൾ ഇലക്ഷൻ കോളമാക്കി തന്നതാ. ഈ ജമ്മു കാശ്മീരിൽ തീവ്രവാദം പൊട്ടിമുളയ്ക്കാനുള്ള പ്രധാന കാരണം എന്താ അറിയോ? 1987 എലക്ഷൻസ് വർ റിഗ്ഡ്. 1987 തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു. ബാലറ്റ് പേപ്പർ കുത്തിത്തിരുകി വോട്ടർമാർ വോട്ട് ചെയ്തവരൊക്കെ തോറ്റു, അല്ലാത്തവരൊക്കെ ജയിച്ചു. 87 തെരഞ്ഞെടുപ്പിൽ നടന്ന അട്ടിമറിയാണ് കാശ്മീരിലെ തീവ്രവാദം പൊട്ടിപ്പുറപ്പെടാനുള്ള അവസാനത്തെ കാരണം. അതൊരു ഒരു 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 പ്രഖ്യാപിതമായ ഉദ്ദേശത്തോടു കൂടി പാകിസ്ഥാൻ പലവട്ടം ശ്രമിച്ചിട്ടും കാശ്മീരിലെ ജനത അവരുടെ ചതിക്കുഴിയിൽ വീണിരുന്നില്ല. പക്ഷെ 87 തെരഞ്ഞെടുപ്പ് റിഗ് ചെയ്തപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിന് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടാണ് അവർ പാകിസ്ഥാന്റെ ചതിക്കുഴിയിൽ പോയി വീണത്. 87 തെരഞ്ഞെടുപ്പ് നടത്തിയത് ആരാ? രാജീവ് ഗാന്ധിയല്ല, അന്നത്തെ പ്രധാനമന്ത്രി. അവിടെ നിന്ന് യാത്ര ആരംഭിച്ച കാശ്മീർ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? കാശ്മീർ ഇന്ന് ശാന്തി സമാധാനമായി. ഒരു വെടിവെക്കാതെ, ഒരു കല്ലേറില്ലാതെ കാശ്മീരിൽ റെക്കോർഡ് പോളിംഗ്. ആരോ ജയിച്ചോട്ടെ, ഇനി എല്ലാ സീറ്റിലും BJP തോറ്റോട്ടെ. ഇപ്പോഴത്തെ ഈ 24 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6 BJPക്ക് ഉണ്ട്. 6 BJPക്ക് ഉണ്ട്. അതായത് 8 ജമ്മു മേഖല, കാശ്മീർ മേഖലയിലും 16 സീറ്റ് ജമ്മു മേഖലയിൽ ഇലക്ഷൻ നടക്കുന്ന 24 സീറ്റ് ഉണ്ട്. ആ ജമ്മു മേഖലയിലെ 16 സീറ്റിൽ 6 സീറ്റ് BJPയുടെ. ഈ 6 BJP തോറ്റോട്ടെ. എന്നാലും ഞാൻ പറയാം, ജനാധിപത്യം ജയിച്ചില്ലേ? ഇവരുടെ കാലഘട്ടത്ത് ഇവർ നശിപ്പിച്ച് പട്ടാളക്കാർ കാവൽ നിന്നിട്ട് പോലും 7%, 8% ഇലക്ഷനാണ് നടന്നത്, പോളിംഗ് നടന്നത്. അവിടെ നിന്ന് ഇന്ന് എവിടെ എത്തി കാശ്മീർ? ഇന്ന് കാശ്മീരിൽ ഒരു കൊല്ലം പോകുന്നത് 2 കോടി ടൂറിസ്റ്റുകളാ. കാശ്മീരിൽ സമാധാനം കൊണ്ടുവന്നു. 370-ാം വകുപ്പ് പോയപ്പോൾ അവിടെ കാര്യങ്ങൾ ചെയ്യാൻ എളുപ്പമായി. കേന്ദ്ര സർക്കാരിനും പട്ടാളക്കാർക്കും സുരക്ഷാ സേനയ്ക്കും വളരെ സുഗമമായി പ്രവർത്തിക്കാൻ സാധിച്ചു. അതുകൊണ്ട് അവിടെ സമാധാനം ഉറപ്പുവരുത്തി. അപ്പോൾ ഈ രാജ്യത്ത് ഇതൊക്കെ സാധിക്കും. ആരെങ്കിലും വിചാരിച്ചിരുന്നോ കാശ്മീരിൽ ഇത് സാധിക്കുമെന്ന്? ഇത് സാധിച്ചില്ലേ? 370-ാം വകുപ്പ് എടുത്തു കളയുമെന്ന് അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ പുച്ഛിച്ചവരാ ഇവര്. എന്തായി പോയില്ലേ 370-ാം വകുപ്പ്? സുപ്രീം കോടതി എടുത്ത് എറിഞ്ഞില്ലേ അതിനെതിരെ കൊടുത്ത ഹർജികളൊക്കെ? ജനാധിപത്യത്തിൽ അതൊക്കെ സാധിക്കും. വിൽ പവർ ഉള്ള ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ അത് സാധിക്കും. അപ്പൊ ഇതൊക്കെ എന്താ പറയുക, കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ അവർക്ക് സാധിക്കാത്തതൊക്കെ ഈ രാജ്യത്ത് നടക്കുന്നുണ്ട്. നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദനയും വിഷമവുമാണ്. നിങ്ങൾ അവസരങ്ങൾ കളഞ്ഞു കുളിച്ചവരാണ്. 400 സീറ്റും 370 സീറ്റ് 80 സീറ്റൊക്കെ പുഷ്പം പോലെ കിട്ടിയിട്ടും നിങ്ങൾ അവസരങ്ങൾ കളഞ്ഞു കുളിച്ചവർ. ഞങ്ങൾക്ക് അത്ര സീറ്റൊന്നും കിട്ടിയിട്ടില്ല, പക്ഷെ ഞങ്ങൾ അത്രയൊന്നും സീറ്റില്ലാതെ ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ BJPക്ക് സാധിക്കും. ഇവിടെ സുതാര്യമായ ഇലക്ഷൻ നടക്കുന്നു. ഇവിടെ ഒരു തരത്തിലുള്ള ഞാൻ ചോദിക്കട്ടെ, ഇവർ ഈ വോട്ടിംഗ് മെഷീനെതിരെ എന്തൊക്കെ പരാതി പറഞ്ഞു? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെല്ലുവിളിച്ചില്ലേ? ആരെങ്കിലും ഒരാൾ വന്ന് കാണിച്ചതാ ഈ വോട്ടിംഗ് മെഷീൻ എങ്ങനെ കൃത്രിമം കാണിക്കുന്നു? ഇന്ന് വരെ ആർ കേസാ? അല്ല, എന്നാലല്ലേ നടക്കുള്ളൂ. ഇന്നാലല്ലേ നടക്കുള്ളൂ. 1987 കാശ്മീരിൽ നടന്നതാണ് ഇത്. അതിൻ്റെ അകത്ത് തിരികെ കൊടുത്തതാണ് വ്യാജ ബാലറ്റ് പേപ്പർ. അങ്ങനെയാ കാശ്മീർ പ്രശ്നങ്ങൾ തുടങ്ങിയത്. അപ്പൊ ഇത് സുതാര്യമായ കാര്യങ്ങൾ നടക്കും, കൃത്യമായ കാര്യങ്ങൾ നടക്കും. കോടതിയുടെ മുമ്പാകെ പോയാലും കോടതിയിൽ പോലും ഇത് നിലനിൽക്കില്ല. ഇവരുടെ ഒരു സംഗതി നിലനിൽക്കുന്ന കോടതി, CAA നിയമം ഇവർ 5 കൊല്ലായില്ലേ സുപ്രീം കോടതിയിൽ കിടന്ന് തിരിഞ്ഞു കളിക്കുന്നത്? എന്ത് കാര്യം? ഒരു സ്റ്റേ പോലും കിട്ടിയില്ല.
ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇവിടെ പരിഷ്കരണം വേണം. 991 നരസിംഹറാവും മൻമോഹൻ സിംഗും കൂടി സാമ്പത്തിക പരിഷ്കരണം കൊണ്ടുവന്നപ്പോൾ BJP അതിനെ പിന്തുണച്ചു. എന്തുകൊണ്ടാണ്? ഇവിടെ അത്യാവശ്യമാണ് സാമ്പത്തിക പരിഷ്കരണം. ആ സാമ്പത്തിക പരിഷ്കരണം ഇന്ത്യക്ക് ആവശ്യമാണ്. ഇന്ത്യക്ക് സ്വകാര്യ നിക്ഷേപം വേണം, വിദേശ നിക്ഷേപം വേണം. നമ്മൾ ഒരു എന്താ പറയുക, ഒരു പഴയ സോവിയറ്റ് യൂണിയനെ പോലെ ഇരുമ്പ് മറയ്ക്കുള്ളിലുള്ള രാജ്യമല്ല. പണ്ടും അങ്ങനെയായിരുന്നില്ല. പൗരാണിക കാലത്തും ഭാരതം അങ്ങനെയായിരുന്നു. ലോകം മുഴുവൻ വ്യാപാരം നടത്തിയ രാജ്യമായിരുന്നു ഭാരതം. ലോകത്തു നിന്ന് മുഴുവൻ ആളുകൾ, കച്ചവടക്കാർ വന്ന രാജ്യമായിരുന്നു ഭാരതം. അപ്പോൾ ആ അവസ്ഥയ്ക്ക് തിരിച്ചു പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അത് നരസിംഹറാവു സർക്കാർ ശരിവെച്ചപ്പോൾ അതിന് ആ തീരുമാനം എടുത്തപ്പോൾ ആ പരിഷ്കരണത്തെ, ഭാരതത്തിന്റെ മുഖച്ഛായ മാറ്റിയ പരിഷ്കരണം, അതിനെ പിന്തുണച്ചവരാ BJP-ക്കാർ. അന്ന് പ്രതിപക്ഷത്ത് ഈ സാമ്പത്തിക പരിഷ്കരണത്തെ പിന്തുണച്ച ഏക പാർട്ടി BJP-യാ. കമ്മ്യൂണിസ്റ്റുകാർ എതിർത്തതാ. പിന്നെ ഇപ്പോൾ എന്താ ക്രോണി ക്യാപിറ്റലിസം, വലിയ ഇവർക്ക് ലോൺ കൊടുക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, 4.25 കൊല്ലം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സഹായത്തോടെ അൺകണ്ടീഷണൽ സപ്പോർട്ട് എന്നല്ലേ 2004 മെയ് മാസം 13-ാം തീയതി രാത്രി 10:30 മണിക്ക് ഈ അടുത്ത ദിവസം അന്തരിച്ച സീതാറാം യെച്ചൂരി നാഷണൽ മീഡിയയിൽ വന്ന് പറഞ്ഞത് അൺകണ്ടീഷണൽ സപ്പോർട്ട് UPA. എന്നിട്ട് 2008 ജൂലൈ വരെ പിന്തുണ കൊടുത്തില്ലേ. പിന്നെ അനിൽ കാട്ട്കോട്ട്കറെ എന്താ പറയാ, ആണവ കരാർ ഒപ്പിടാൻ അമേരിക്കയ്ക്ക് ചർച്ചയ്ക്ക് വിട്ടപ്പോഴാണല്ലോ നിങ്ങൾ പിന്തുണ പിൻവലിച്ചത്. ആ 4.25 കൊല്ലം ഇവിടെ മൻമോഹൻ സിംഗ് സർക്കാർ നടപ്പിലാക്കിയത് എന്ത് സാമ്പത്തിക നയമായിരുന്നു? നിങ്ങൾ അൺകണ്ടീഷണൽ സപ്പോർട്ട് കൊടുത്തില്ലേ? എന്ത് സാമ്പത്തിക നയമായിരുന്നു നടപ്പിലാക്കിയത്? എന്തെങ്കിലും പറയുക. ഈ രാജ്യത്തിന്റെ സാമ്പത്തിക നയത്തെ ഇന്നത്തെ അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ കോൺഗ്രസ്സുകാർക്ക് പങ്കുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർക്ക് പങ്കുണ്ട്, BJP-ക്ക് പങ്കുണ്ട്. ഇന്ന് നമ്മുടെ സാമ്പത്തിക നയം മാറി 91-ൽ. അതിനുശേഷം തിരിഞ്ഞു നോക്കിയിട്ടില്ല. നമ്മളങ്ങനെ മുന്നോട്ട് പോവുകയാണ് ആ പുതിയ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ട്. പിന്നെ ഇതൊക്കെ കേൾക്കാസുകളുടെ വർത്താനം, ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ പലതും പറയാം. അതൊന്നും നടക്കാൻ പോകുന്നില്ല. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. മാറ്റവിൻ ചട്ടങ്ങളെ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നും കൂടി കുമാരനാശാൻ പറഞ്ഞിട്ടുണ്ട്. അത് സംഭവിക്കും.